വിവാഹത്തിന് ശേഷവും തെറ്റുകൾ ചെയ്യുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ആദിലയും നൂറയും മാത്രം കല്ലെറിയുന്നത്? ശരിയല്ലേ? ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്ദ്രൂച്ചിറ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഈ വൈറലാകുന്ന ചില രംഗങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലോ റീൽസിലോ ഷൂട്ടിലോ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ഷ്മി പറയുന്നൊരു വാക്കുണ്ട്, ആദിലയും നൂറയും ഞാൻ എൻ്റെ വീട്ടിൽ കയറില്ല, അതിൻ്റെ നിലപാട്. ഈ ആദിലയും നൂറയും പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം ഈ വീഡിയോയിൽ തന്നെ. ആദ്യം ലക്ഷ്മിയെ പറ്റി പറയാം. അപ്പോൾ ലക്ഷ്മി ഇന്നലെ ഔട്ടായതിനു ശേഷം പുറത്തു വന്നപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇല്ല എന്ന് എഴുതി വെച്ചിട്ട് കേക്ക് മുറിച്ചു. അപ്പോൾ അത് കുറേ ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. ആദിലയും നൂറയുമാണ് ഇല്ല എന്ന് പറഞ്ഞത്. ആദിലയും നൂറയല്ല, ആദിലയും നൂറയുടെയും വിഷയം അവിടെ ബിഗ് ബോസിൽ കഴിഞ്ഞു, അതവിടെ പോയി. ഇനി വീട്ടിൽ കയറ്റാത്തത് സ്വന്തം ഹസ്ബൻഡിനെയാണ്. അതാണ് ഇല്ല, അതിൻ്റെ നിലപാടാണ് എന്നാണ് ലക്ഷ്മി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് വെറുതെ ആദിലയും നൂറ അതിലോട്ട് വലിച്ചിടണ്ട. ഇനി ആദിലയുടെയും നൂറയുടെയും കാര്യം പറയാം. ഒരിക്കലും ഞാൻ ആ കുട്ടികളെ തെറ്റു പറയുന്നില്ല. കാരണം സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് സ്നേഹം തേടി. അത് ആണും പെണ്ണുമാകാം, പെണ്ണും പെണ്ണുമാകാം, ആണും ആണുമാകാം. ഇന്നത്തെ സാഹചര്യങ്ങളും സമൂഹത്തിന്റെ ജീവിത രീതികളും ഒക്കെ മാറും. അവരുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടാതെ വന്ന സ്നേഹങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവരറിയാതെ ഇഷ്ടപ്പെട്ടതായിരിക്കാം. അങ്ങനെ അത് വളർന്നു, അത് ഇവിടം വരെ എത്തി. എങ്കിലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇന്ന് നമ്മൾ 100 101 പവനും ഒക്കെ കൊടുത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം ഏറിയാൽ ഒരു 4 വർഷത്തിനുള്ളിൽ തീരുകയാണ്. കാരണം എന്താണ്? വീണ്ടും സാമ്പത്തികം ആവശ്യപ്പെടുന്നു, കാറുകൾ ആവശ്യപ്പെടുന്നു, ലാസ്റ്റ് അത് ആത്മഹത്യയിലേക്ക് എത്തുന്നു. ഇവരെ 1-2 കൊല്ലം അകത്ത് കിടന്നതിന് ശേഷം സുഖമായി പുറത്തേക്ക് വരും. ഇന്ന് സോഷ്യൽ മീഡിയ ഇച്ചിരി സജീവമായതിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു നിയമം, ഒരു ശകലമെങ്കിലും ഇളവ് കിട്ടാതെ വന്നിട്ടുണ്ട്. എന്നാലും അവരൊക്കെ ഇളവ് കിട്ടി പുറത്തു വരിക തന്നെ ചെയ്യും. പോയത് അച്ഛനും അമ്മയ്ക്കുമാണ്. ഈ 100 101 പവനും കൊടുക്കുന്ന മാതാപിതാക്കൾക്കെതിരെയും കേസ് നിലനിൽക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിലൊക്കെ ആദിലയും നൂറയൊക്കെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഈ ചെറുപ്രായത്തിൽ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ എത്താനും അവർക്ക് അവിടെ ഇത്രയും നാൾ ഗെയിം കളിക്കാനൊക്കെ പറ്റിയത് വലിയ ഭാഗ്യം തന്നെയാണ്. അതിനുമേ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ലാലേട്ടൻ ഫാൻസ് ഉണ്ട്, മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, പൃഥ്വിരാജ് ഫാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാൻസുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമല്ല ആ കുട്ടികൾക്ക് കിട്ടിയത്. ലാലേട്ടൻ്റെ കൂടെ കുറച്ച് സമയങ്ങൾ ചെലവഴിക്കാനായാലും ലാലേട്ടനോട് നേരിട്ട് സംസാരിക്കാനായാലും അതൊക്കെ കിട്ടിയത് ആ കുട്ടികളുടെ ഭാഗ്യം തന്നെയാണ്. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോക്കോട്ടെ. നമ്മൾ എന്തിനാണ് സ്വർഗത്തിലെ കട്ടും പോകുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ. അവർ നമുക്ക് ആർക്കും ദോഷം ചെയ്യാൻ വരുന്നില്ല. പിന്നെ അവരുടെ ഭാഗത്ത് ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. സമൂഹത്തിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ സമൂഹത്തിൽ ജനിച്ചു പോയില്ലേ, കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മളും ഇവിടെ നിന്ന് വിടവാ. അവരും ജീവിക്കട്ടെ, അവരും ഭൂമിയിൽ ജനിച്ചു പോയില്ലേ. തെറ്റുകൾ ചെയ്യാത്തവരാരുണ്ട്? എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യും. ഇനിയും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.